ഹലോ, ഗുഡ് മോർണിംഗ് അപൂർവ. വെരി ഗുഡ് മോർണിംഗ് സുമി ശ്രീകുമാർ. പൊളിച്ചു മോളെ. ഇന്നലെ ശരിക്കും നിന്നെ അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. നിന്നെ കാണാൻ ശരിക്കും ഇപ്പോൾ ഒരു ആൺകുട്ടിയെ പോലെ തന്നെയുണ്ട്. താങ്ക്സ് ഡ്യൂഡ്. പിന്നെ സുമി പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷനുണ്ട്. ആൺകുട്ടിയെ പോലെയല്ല, ആൺകുട്ടി തന്നെയാണ് ഞാൻ. ശരിക്കും? അതേന്നെ, 100%. എന്താ? അപ്പോ സർജറി ഒക്കെ കഴിഞ്ഞോ? അതിന് സർജറി ഒന്നും വേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ ഞാനൊരു ബോയ് ആയിരുന്നു. ശരിക്കും? അതെ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. നീ ആള് കൊള്ളാലോ. അല്ല മോനെ അപ്പുക്കുട്ടാ, അപ്പൊ നീയും മാളവികയും തമ്മില് നേരത്തെ അഫയർ ആയിരുന്നു അല്ലേ? നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരിക്കും അവള് ഞങ്ങളുടെ പാവ അരുൺ ഭാസ്കറിനെ തേച്ചത് അല്ലേ? മോളെ സുമി ശ്രീകുമാറെ, ഞാൻ സർജറി ചെയ്യണോ, കല്യാണം കഴിക്കണോ, കെട്ടുന്നെങ്കിൽ ആരെ കെട്ടണം, ഇതൊന്നും നിന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഇമാതിരി ഊള ചോദ്യങ്ങളും ചോദിച്ച് എന്റെ പ്രൈവസിയിൽ കയറി ചൊറിയാൻ വന്ന അമ്മച്ചിയാണേ മോളെ, നിന്നെ ഞാൻ ബുള്ളറ്റ് കയറ്റി കൊന്നുകളയും. കേട്ടോടി? നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തോണോ? അല്ല, ചെയ്യാൻ പോകുന്ന കാര്യം മുൻകൂർ നോട്ടീസ് തന്ന് നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചതാ. പറഞ്ഞ പോലെ ചെയ്യാൻ നിനക്കറിയാലോ എന്നെ. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? നത്തിങ് മാഡം. ഈ ചേച്ചിക്ക് ചില സംശയങ്ങൾ, ഞാനതൊന്ന് ക്ലിയർ ചെയ്യായിരുന്നു. ഓ, എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നീ ആരാ? ഈ ക്യാമ്പസിലെ വിസിറ്റിംഗ് പ്രൊഫസറോ? എന്താടോ, തനിക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ട് മാഡം. പിന്നെ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയാതെ ക്ലാസ്സിൽ പോ. ഓക്കെ മാഡം. താനും നിന്നേ. ക്ലാസ്സിൽ പ്രത്യേകം ബ്ലോക്ക് അനുവദിച്ച് കിട്ടിയപ്പോ നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും, നീ എന്തോ വലിയ VIP ആണെന്ന്. അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചു കളയരുത്. മറ്റു കുട്ടികൾക്ക് നിന്റെ ഒപ്പം ഇരിക്കാനുള്ള അറപ്പും വെറുപ്പും കാരണമാ നിനക്ക് അങ്ങനെ ഒരു സെപ്പറേറ്റ് സീറ്റ് തന്നത്. ആ സൗജന്യം നീ ഒരു സൗകര്യമൊക്കെ എടുക്കരുത്. പണ്ടത്തെ പോലെ റൗഡിസവും ഗുണ്ടായിസവും ഒക്കെ ആയിട്ട് സ്റ്റാർ കളിക്കാനാ ഉദ്ദേശിക്കുമെങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റി വെച്ചേക്കണം. സസ്പെൻഷന് പകരം ഡിസ്മിസൽ ആയിരിക്കും ഞാൻ അടിച്ച് കൈ തരുന്നത്. അതിനൊരു കാരണം കിട്ടാൻ കാത്തിരിക്കുക ഞാൻ. നീ സൂക്ഷിച്ചോ. ഇപ്പൊ എങ്ങനെയുണ്ട് വിജയ്? മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ലല്ലോ? ഏയ്, ഐ എം ഓൾമോസ്റ്റ് ഓക്കെ. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് ക്ലാസ് മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്, അത്രേ ഉള്ളൂ. നാളെ മുതൽ ക്ലാസ് കണ്ടിന്യൂ ചെയ്താലോ എന്ന് വിചാരിക്കുക. നാളെ മുതലോ? അത് പറ്റില്ല. 2-3 ദിവസം കൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് ഒരു ചെക്കപ്പ് കൂടി കഴിഞ്ഞിട്ട് മതി ക്ലാസ്സൊക്കെ. അത് മതി വിജയ്. കുറച്ച് ദിവസം നന്നായി റെസ്റ്റ് എടുക്ക. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ജോബും അത് തന്നെയാ പറഞ്ഞത്. പിന്നെ വിജയ്, നിങ്ങളോട് 2 പേരോടുമായി ഒരു കാര്യം ചോദിക്കട്ടെ? ഒന്നും തോന്നില്ലല്ലോ? ഈ സമയത്തത് ചോദിക്കുന്നത് ശരിയാണോന്നും എനിക്കറിയില്ല. എങ്കിലും നിങ്ങളോട് എനിക്ക് ഫോർമൽ ആകേണ്ട കാര്യമില്ലല്ലോ. ആ വിശ്വാസത്തിലാ ചോദിക്കാന്ന് വിചാരിക്കുന്നത്. ഡെയ്സി ചോദിച്ചോളൂ. മുരളിയും ഫാമിലിയുമായി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾക്ക്? ഡെയ്സിയോട് ആര് പറഞ്ഞു? വിജയ്, തന്റെ അത്ര എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് അല്ലെങ്കിലും ഞാനൊരു ടീച്ചറാ. വരികൾക്കിടയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചെടുക്കാനും വ്യാഖ്യാനിക്കാനും ഞാനും ശ്രമിക്കാറുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ ഈ ചോദ്യമെന്ന് കൂട്ടിക്കൊള്ളൂ. എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് മാത്രമാണെങ്കിൽ പറഞ്ഞാൽ മതി വിജയ്. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ഡെയ്സിയുടെ ഊഹം ശരിയാ. ഞങ്ങൾ തമ്മിൽ ഇപ്പൊ അത്ര നല്ല റിലേഷൻ അല്ല. കാരണം ഞാൻ ചോദിക്കുന്നില്ല, എനിക്കറിയേം വേണ്ട. ഇവിടേക്ക് വരുമ്പോ നിങ്ങൾ 2 കുടുംബങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് ഒരു നല്ല ചിത്രമുണ്ടായിരുന്നു എന്റെ മനസ്സിൽ.
പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് വന്ന ദിവസം തന്നെ എനിക്ക് ബോധ്യമായി. എനിക്ക് മാത്രമല്ല, ജോബിനും. വിജയെപ്പോലെ ജീവിതത്തെ അതിന്റെ എല്ലാ പ്രാക്ടിക്കൽ സെൻസിലും എടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സ്ട്രെസ് വരേണ്ടതല്ല. എന്നിട്ടും വിജയ്ക്കത് താങ്ങാൻ പറ്റാതെ വന്നെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. രണ്ടു കൂട്ടരും പരസ്പരം ഒരുപാട് വാല്യൂ ചെയ്തിരുന്ന ആ സൗഹൃദത്തിന്റെ തകർച്ച നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇനിയോട്ട് കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ശരിയല്ലേ ഗീതേ? ഡേസി വിചാരിക്കുന്ന പോലെ അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കുട്ടികൾ തമ്മിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ്, അതിന്റെ പേരിലുള്ള ഒരു സൗന്ദര്യപ്പിണക്കം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ വിജയ്, അതിന്റെ കാര്യമോ കാരണമോ അറിയാൻ വേണ്ടിയല്ല ഞാൻ ഈ കാര്യം ചോദിച്ചത്. ഇപ്പൊ പറഞ്ഞതുപോലെ അതൊരു സൗന്ദര്യപ്പിണക്കത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ലെന്നും എനിക്കറിയാം. ഇനി ഒരു വാദത്തിനു വേണ്ടി വിജയ് പറഞ്ഞതുപോലെ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് തന്നെ ഇരുന്നോട്ടെ. കുട്ടികളിൽ തുടങ്ങി മുതിർന്നവരിലേക്ക് വളർന്ന് മരണം വരെ ആജന്മ ശത്രുക്കളായി കഴിയുന്നവരുടെ എത്രയെത്ര കഥകൾ നമുക്കറിയാം. ഒരു തുറന്നു പറച്ചിലോ ക്ഷമ ചോദിക്കലോ കൊണ്ട് ഉണങ്ങുന്ന മുറിവേ ഇപ്പോഴുള്ളൂ എങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കൂ വിജയ്. ഡേസി, ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴിയും വിധം. പക്ഷേ നോ, നിങ്ങളെപ്പോലെ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ടു കുടുംബങ്ങൾക്കിടയിൽ പക്ഷേ എന്ന വാക്കിന് പ്രസക്തിയില്ല. വിജയിക്കുക എന്നതാണ് പ്രധാനം. എന്താ ഗീതേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏയ് ഗീത, റിലാക്സ് റിലാക്സ്, എല്ലാം ശരിയാകും. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? പോട്ടെ. നോ, അപ്പോ നീ എന്താ ഒന്നും കഴിക്കാത്തത്? എന്താ നീ ലഞ്ച് കൊണ്ടുവന്നില്ലേ? വാ, നമുക്ക് ഷെയർ ചെയ്യാം. ചുമ്മാ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. വാ, കഴിക്കാം. താങ്ക് യു. എന്ത് പറ്റി മോളെ? ബോയ് ഫ്രണ്ട് എന്താ മാമുണ്ണാതെ പിണങ്ങിപ്പോയത്? ബോയ് ഫ്രണ്ടിന് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ? സ്പെഷ്യൽ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൂടെ താന്നേ. സ്വന്തം പാത്രത്തിലുണ്ടെങ്കിലും മറ്റുള്ളവരുടെ വായിന്ന് വീഴുന്ന എച്ചല്ലാണല്ലോ താല്പര്യം. കഷ്ടം. കാമുകനെ പറഞ്ഞത് കാമുകിക്ക് അത്ര സുഖിച്ചില്ല. ഏയ് ഇല്ലടാ, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് കൂട്ടിക്കയറാന്ന് ഞാൻ മമ്മിക്ക് വാക്ക് കൊടുത്തുപോയി. ആ, ചെന്നില്ലെങ്കിൽ പിന്നെ മമ്മി സീനാക്കും. ഒരു കാര്യം ചെയ്, നീ നാളത്തെ ഷോയ്ക്ക് ബുക്ക് ചെയ്. ഉറപ്പായി ഞാൻ വരാടാ. പൊളിക്കാം നമുക്ക്. മോനെ അശോക, നീ ഫോൺ വെച്ചോ. ഒരു എമർജൻസി. Catch you later. ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ 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 ഹലോ. എമർജൻസി ലൈറ്റ് ഒക്കെ ഇട്ട് നീ എങ്ങോട്ടായി തള്ളിക്കറി പോന്നെ? നീ ഇവിടെ വന്നത് എന്തിനാണോ അതിന് തന്നെ ഞാനും വന്നത്. വലിയ ഷോ കാണിക്കാൻ നിൽക്കാതെ മാറി നിൽക്കും. ലേശം ബുദ്ധിമുട്ടാണല്ലോ മോളെ. ഓ സോറി മോനെ. ഇത് ഗേൾസിന്റെ വാഷ്റൂമാ. ഇവിടെ നിന്നെപ്പോലുള്ള അപ്പുക്കുട്ടന്മാർക്ക് പ്രവേശനമില്ല. മക്കള്
ബോയ്സിന്റെ വാഷ്റൂമിൽ പോയി കാര്യം സാധിക്കും. ചെല്ല്. ഇതിനു മുമ്പ് ഞാൻ ഈ വാഷ്റൂം ആണല്ലോ ഉപയോഗിച്ചിരുന്നേ. പിന്നെന്താ ഇന്നു മുതൽ റെസ്ട്രിക്ഷൻ? ഇന്നലെ വരെ നീ ഞങ്ങളെ പറ്റിച്ചതല്ലേ? നീ പെണ്ണല്ല ആണാണെന്ന് സ്വയം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി മുതൽ ഇവിടെ നിനക്ക് പ്രവേശനമില്ല. ഒരു ബോയ് വന്ന് ഞങ്ങളുടെ വാഷ്റൂം ഉപയോഗിക്കുന്നത് ഗേൾസിന് ഇഷ്ടമല്ല. എന്താ ഫ്രണ്ട്സ്, നമ്മളത് സമ്മതിക്കണോ? അത് സുമി പറഞ്ഞത് ന്യായ. ഇവള് ബോയ് ആണെങ്കിൽ ബോയ്സിന്റെ വാഷ്റൂം യൂസ് ചെയ്യട്ടെ. ചെല്ലപ്പുക്കുട്ട, ബോയ്സിന് യാതൊരു പരാതിയും കാണില്ല. പരാതി കാണില്ല എന്ന് മാത്രമല്ല, അവര് വന്ന് നിന്നെ സന്തോഷമായിട്ട് സ്വീകരിച്ചോണ്ട് പോവുകയും ചെയ്യും. പിന്നെ ഇവിടത്തെ അത്ര ഫെസിലിറ്റീസ് ഒന്നും അവിടെ കാണില്ലെന്നേ ഉള്ളൂ. അല്ല, അതൊന്നും നിനക്കൊരു വിഷയമല്ലല്ലോ. സുമി, ഞാൻ ആരോടും ഒരു ശല്യത്തിനും വരാതെ എന്റെ കാര്യം നോക്കി പോവാണ്. പ്ലീസ്, നീ ആയിട്ട് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. മാറോ, എനിക്ക് ടോയ്ലറ്റിൽ പോണം. നീ അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ടോയ്ലറ്റിൽ കയറി കാര്യം നടത്തണ്ടെങ്കിലോ? നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിലേ ചെന്ന് ബോയ്സിന്റെ ടോയ്ലറ്റ് ഉപയോഗിക്കും. ദേ, ഇവൻ ഇതിനകത്ത് കേറ്റരുത്. അക്കാര്യത്തിന് നമ്മൾ ഗേൾസ് എല്ലാം ഒറ്റക്കെട്ടായിരിക്കണം. നീ ഇവിടെ കയറാൻ പറ്റില്ല. പോകുന്നത് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യും. ഇറങ്ങടി. ഇറങ്ങടി. മാളവിക, വാഷ്റൂമിന്റെ മുന്നിൽ അപൂർവ സുമി ശ്രീകുമാരും തമ്മിൽ പൊരിഞ്ഞാടി നടക്കുന്നുണ്ട്. എന്താ നീലിമ കാര്യം? അപൂർവ ലേഡീസിന്റെ വാഷ്റൂം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സുമി ഗാങ്ങും തടഞ്ഞു വെച്ചിരിക്കുക. ഭയങ്കര സീനായിരിക്കുക. ഫ്രണ്ട്സിനെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. വേഗം വാ. നമുക്ക് പോയി നോക്കണോടാ. ലേഡീസിന്റെ കാര്യമല്ലേ, നീ അവിടെ ഇരിക്കും. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഹാ, ഇവിടെ ഉണ്ടോ? ചുക്കില്ലാത്ത കഷായമില്ലല്ലോ. എന്താണാവോ ഇന്നത്തെ പ്രോബ്ലം? പ്രോബ്ലം എനിക്കല്ല മാഡം, ഇവർക്കാണ്. എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? മാഡം, ഈ അപൂർവ ഞങ്ങളുടെ വാഷ്റൂം ഉപയോഗിക്കാൻ പാടില്ല. അതെന്താ? ഇത് ലേഡീസിന് മാത്രമായിട്ടുള്ള വാഷ്റൂം അല്ലേ? അവിടെ ഈ കുട്ടിയെ പോലെ ആണാണെന്ന് അവകാശപ്പെടുന്ന ഒരാള് വരുന്നതും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതും ഞങ്ങൾ ഗേൾസിന് ഒട്ടും കംഫർട്ടബിൾ അല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഈ കുട്ടി പിന്നെ എവിടെ പോവും? അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല മാഡം. അവള് വേണമെങ്കിൽ ജെൻസിന്റെ വാഷ്റൂം യൂസ് ചെയ്തോട്ടെ. പക്ഷെ ഇവിടെ പറ്റില്ല. മാഡം, അപൂർവ ഇതുവരെ ഈ വാഷ്റൂമാണ് യൂസ് ചെയ്തിരുന്നത്. അതിന് ആർക്കും ഒരു കുഴപ്പമോ പരാതിയോ ഇതുവരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം മാത്രം എന്താ പ്രശ്നം? ഇതുവരെ ഈ കുട്ടി ഗേൾ ആണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറ്റിച്ചതാണെന്ന് ഈ കുട്ടി തന്നെ സമ്മതിച്ചല്ലോ. ഇപ്പൊ ആണാണെന്ന് പറയുന്ന സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ടീച്ചർ ഇങ്ങ് വന്നേ. ടീച്ചർ, ഇതൊരു റെയർ കേസാണല്ലോ. ഇനി എന്ത് ചെയ്യും? കുട്ടികൾ പറയുന്നതിലും കാര്യമുണ്ട് മാഡം. ഈ കുട്ടി ആണാണെന്ന് അത് തന്നെ ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഗേൾസിന്റെ വാഷ്റൂമിൽ എങ്ങനെ വിശ്വസിച്ച് കയറ്റും? അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ കുട്ടിക്കൊരു കൺസെഷൻ കൊടുത്താൽ ഇവിടുത്തെ ചില വേന്ദ്രന്മാര് അതൊരു അവസരമാക്കി എടുക്കുകയും ചെയ്യും. യെസ് യെസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ ഓർത്തില്ല. അത് മാത്രമല്ല, ഈ ഗേൾസ് ഇതൊരു ഇഷ്യൂ ആക്കിയാൽ PTA മീറ്റിംഗിൽ നമ്മൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും. നമ്മൾ മെജോറിറ്റിയുടെ കൂടെ നിൽക്കുന്നതാവും മാഡം നല്ലത്. അതെ അതെ, വരൂ. ഓക്കെ സ്റ്റുഡൻസ്,
നിങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ വാഷ്റൂം താൻ യൂസ് ചെയ്യാൻ പാടില്ല. കേട്ടല്ലോ? മാഡം, ഇപ്പോഴത്തേക്കെങ്കിലും എനിക്കൊരു ഇളവ് തരണം. എന്തു പറയുന്നു? അത് പറ്റില്ല മാഡം. ഇളവ് വേണമെങ്കിൽ ഈ കുട്ടി ആണല്ല പെണ്ണ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടണം. എന്നുവെച്ചാ? എന്ന് വെച്ചാ ഒരു ബെയർ ബോഡി ടെസ്റ്റിന് ഈ കുട്ടി തയ്യാറാവണം. ഇനി ഞങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാഡത്തിനെ മാത്രം കൺവിൻസ് ചെയ്താൽ മതി. മാഡം പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസമാ. നിന്റെയൊക്കെ തുണിയഴിച്ച് പരിശോധിക്കാനല്ല ഞാൻ ഈ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുന്നത്. ആരും ആരെയും പരിശോധിക്കാൻ നിൽക്കണ്ട. ദേ, ഞാനൊരു തീരുമാനം പറയും, അതങ്ങ് അനുസരിച്ചാ മതി. അപൂർവ വിജയ് ഇനി മുതൽ ഗേൾസിന്റെ വാഷ്റൂം യൂസ് ചെയ്യാൻ പാടില്ല. ഗേൾസ് ഒന്നടങ്കം എതിർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കുന്നത്. ഓക്കെ? ഇനി ഇതിന്റെ കാര്യത്തിൽ കൂടുതൽ ഡിസ്കഷനും ഡിബേറ്റും ഒന്നും വേണ്ട. എല്ലാരും ക്ലാസ് റൂമിലോട്ട് പോ. പോ. ഹാപ്പി ആയല്ലോ? മിടുക്ക്. വല്ലാതങ്ങ് കൂടിയപ്പോ ആലോചിക്കണമായിരുന്നു. ഇതുപോലെ പലതും തനിക്ക് മുട്ടി നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന്. നോക്കിക്കോ, നീ ഇനി പലതും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അത്രയ്ക്കങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റാതായെങ്കിൽ ചെന്ന് വല്ല മറയത്തും കാര്യം സാധിക്ക്. അല്ലാതെ ഞാനെന്ത് പറയാനാ? വാ ടീച്ചറെ. അപ്പോ എനിക്ക് യൂറിൻ പാസ് ചെയ്തേ പറ്റുമാണോ? അടിവേർ വല്ലാതെ വേദനിക്കുന്നു. നീ വാ. നീ ഇത് എങ്ങോട്ടാ മാളു? നീ വാ നോക്കാം. മാളു എങ്ങോട്ടാന്ന്? വാ, വഴിയുണ്ടാക്കാം. അപ്പുക്കുട്ടാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. വേണമെങ്കിൽ ഞങ്ങളുടെ വാഷ്റൂം ഉപയോഗിക്കാം കേട്ടോ. ഫെസിലിറ്റീസ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും.